സ്കൂളുകളും കോളേജുകളും ഒരു കാലത്ത് കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് കരുതിയിരുന്ന സ്ഥലങ്ങൾ. അച്ഛനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടാൽ പകുതി സമാധാനം, അല്ല മുക്കാൽ പങ്കും സമാധാനമായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്കൂളുകളും കലാലയങ്ങളും എല്ലാം കുഞ്ഞുങ്ങളെ സുരക്ഷിതം അല്ലാതാക്കിയിരിക്കുന്നു. പൗർണമിക്ക് എന്ത് തോന്നുന്നു? ശരിയാണ്. ഇപ്പം സത്യമല്ലേ അത്? പിന്നെ നമ്മൾ കണ്ടുവരുന്ന വാർത്തകൾ ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കോളേജുകളിലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും അടുത്തത് ഒരു ഡിഗ്രിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്കോ ജോയിൻ ചെയ്യും. അപ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു പ്രായം 16 വയസ്സ് 10-15 വയസ്സാകുമ്പോൾ നമ്മൾ SSLC കഴിയുന്നു, സ്കൂൾ കഴിഞ്ഞു, ഹൈസ്കൂൾ തലത്തിൽ പോയി. അതിനുശേഷം പിന്നെ അടുത്ത പടി എന്ന് പറയുന്നത് കോളേജാണ്. കോളേജുകളിൽ റാഗിങ് പോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നീട് അതിന്റെ ഒരു തീവ്രത കൂടിയപ്പോഴൊക്കെ റാഗിങ് അതിനകത്ത് വയലൻസും ദേഹോപദ്രവങ്ങളും അടക്കമുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ വന്നപ്പോൾ അത് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സർക്കുലേഴ്സും ഒക്കെ വന്നു, അത് നിർത്തലാക്കി. എന്നിരുന്നാലും അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ സ്കൂൾ തലത്തിലോട്ട് ഇത്തരത്തിലുള്ള വയലൻസ് അല്ലെങ്കിൽ സ്വന്തം സഹപാഠികളെ തന്നെയുള്ള ഒരു ഉപദ്രവം, അത് ഈ അടുത്ത നാളുകളിൽ കേൾക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഏറ്റവും ഒടുവിലായി സംഭവിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ പാലയിൽ ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സഹപാഠികൾ തന്നെ നഗ്നനാക്കി വീഡിയോ ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്ത് പറയാനാണ് ഇതിനൊക്കെ? സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ ഈ കുഞ്ഞുങ്ങളെ വഴക്ക് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു പ്രധാന അധ്യാപിക എന്നോട് പറയാണ്, ശരി സ്കൂൾ കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പറ്റില്ല, പരിശോധിച്ച അപ്പൊ കേസാണ്, അല്ലെങ്കിൽ അല്ല പ്രശ്നമാണ്. അങ്ങനെ അവർക്ക് ഓർഡർ ഉണ്ട്, സ്കൂളുകളിൽ ഓർഡർ ഉണ്ട്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ടോ, എല്ലാ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് എല്ലാവരുടെയും ബാഗ് പരിശോധിക്കുന്നു. എന്തെങ്കിലും കൊണ്ടുവരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കൈവശം പാടില്ലാത്ത വസ്തുവകൾ, നമ്മുടെ ഇപ്പൊ മൊബൈൽ ഫോൺ ആകാം അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉള്ള സാധനങ്ങളാവും, അങ്ങനെയുള്ള പരിശോധനകൾ നടത്തുന്നു. പക്ഷെ ഇന്ന് അടിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും ഗുരുതരമാക്കാൻ കാര്യമായിട്ടില്ലേ? അതെ. പക്ഷേ ഇത് നമ്മളിപ്പോ പറഞ്ഞ ഈ വിഷയം ഉണ്ടല്ലോ, പാല സെന്റ് തോമസ് സ്കൂളിൽ നടന്ന, ഇത് വളരെ ഗുരുതരമായ ചർച്ച നടത്തുകയല്ല, നടപടി എടുക്കേണ്ട ഒരു സംഭവം. അതിൽ സ്കൂൾ അധികൃതർ കൈമലർത്തിയിരിക്കുന്നു, അവർക്ക് അറിയില്ല പോലും. അതായത് ഒരാളോ രണ്ടുപേരോ ചേർന്നല്ല, ഈ ഒരു വിദ്യാർത്ഥിയെ 7 കൂട്ടുകാർ അല്ലെങ്കിൽ 7 ഒരേ ക്ലാസ്സിലുള്ളവരാണോ അതോ സഹപാഠികൾ തന്നെയല്ലേ, പുറത്തുള്ളവരില്ലല്ലോ? അല്ലല്ല, ആ സ്കൂളിൽ തന്നെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നവനാവാനാണ് സാധ്യത കൂടുതൽ, സഹപാഠികൾ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം സ്വന്തം കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ അവനെ നിർബന്ധിച്ച് ബലം പ്രയോഗിച്ച 7 പേർ ചേർന്ന് ഒരു കുട്ടിയെ വിവസ്ത്രനാക്കുക, അവൻ നോ പറയുന്നുണ്ട്. പക്ഷെ 7 പേർ ചേർന്ന് നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് തടസ്സം പറയുന്നതിന് 9ാം ക്ലാസ് വിദ്യാർത്ഥി പിള്ളേരല്ലേ, വലിയ ഘടാഘടിയന്മാരൊന്നും അതിനകത്ത് കാണില്ല. പക്ഷെ പണ്ടൊക്കെ ഈ സ്കൂൾ അധികൃതർ പറഞ്ഞ കൈമലർത്തുന്നത്, ഞങ്ങൾക്ക് സ്കൂളിനകത്തുള്ള കാര്യങ്ങൾ മാത്രമല്ലേ നോക്കാൻ പറ്റത്തുള്ളൂ, പുറത്ത് ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്ത് ചെയ്യും, മയക്കുമരുന്നിനും മറ്റതിനും ഒക്കെ പുറത്തുനിന്നാണ് ഏജൻസികൾ. ഇപ്പൊ ഈ കാണിച്ച തോന്നിയ ആര് മറുപടി പറയും? ഡ്രസ്സുകൾ മാറ്റി അല്ലെങ്കിൽ നഗ്നനാക്കിയ ശേഷം ഇവര് ഈ ചെയ്യുന്നത് മുഴുവൻ വീഡിയോ ചിത്രീകരിക്കുക. വെറുതെ വീഡിയോ എടുക്കുക മാത്രമല്ല, അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവര് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ്? ഇങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല. അതിനപ്പുറം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അല്ലെ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്തു. ഈ കുട്ടി പിന്നീട് വീട്ടിൽ ചെന്ന് തന്റെ അച്ഛനോട് പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അച്ഛൻ ആദ്യം സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യുന്നത്? സ്കൂളിൽ അന്വേഷിക്കും, അല്ലെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കും. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇത് അവര് കൈമലർത്തി കാണിച്ചുകൊണ്ടാണ് പിന്നെ നമുക്ക് അടുത്തത് ചെല്ലാനുള്ള സ്ഥലം എവിടാ? പോലീസ് സ്റ്റേഷൻ. അങ്ങനെയാണ് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. സത്യത്തിൽ ഈ പിള്ളേരുടെയൊക്കെ മനസ്സ് എന്തായിരിക്കും അല്ലെ? കുഞ്ഞുങ്ങളുടെ മനസ്സ് എന്താ ദൈവത്തിന്റെ തുല്യത? ഇവരൊക്കെ എന്താ, നമ്മൾ സാത്താൻ കുടിയേറിയിരിക്കുവാണോ ഇവരുടെയൊക്കെ മനസ്സ്? ഇതൊക്കെ ഒരു പ്രായപൂർത്തി കൂടെ ആകുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ചേന്നമംഗലത്ത് നടന്ന കൊലപാതകം പോലെ അതിൽ മാരക വീട്ടിൽ കയറി ബലാത്സംഗവും വീട്ടിൽ കയറി തുണിപറിച്ചെറിയലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഭാവിയിൽ ഈ തലമുറ വെളിയിലിറങ്ങുമ്പോൾ. പറഞ്ഞത് ചിന്തിച്ചു നോക്കും, നമുക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ട്. കാരണം വേറൊന്നുമല്ല, ഒരു 9ാം ക്ലാസ്സുകാരനെ ആ ഹൈസ്കൂളിൽ പഠിക്കുന്ന അതേ സഹപാഠികൾ തന്നെ വിവസ്ത്രനാക്കുക. അതും വിദ്യാർത്ഥിനിയല്ല, വിദ്യാർത്ഥി ആൺകുട്ടിയാണ്. ആൺകുട്ടികൾക്ക് പലവട്ടം ഞാനിത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ആൺകുട്ടികളുടെ വ്യഥ ആരും അറിയുന്നില്ല, ഞങ്ങൾ ഒരുപാട് പീഡനങ്ങൾ സഹിക്കുന്നവരാണെന്ന് പല ആൺകുട്ടികളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ മെൻസ് അസോസിയേഷന്റെ അജിത്ത് വട്ടിയൂർക്കാവായിട്ട് ഇന്റർവ്യൂവിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, ശാരിക്ക് അറിയാത്തതുകൊണ്ടാണ് ആണുങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവം. സത്യത്തിൽ ഇതൊക്കെ സത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു, കൺമുമ്പിലല്ലേ ഇതെല്ലാം നടക്കുന്നത്. ഇവൻ എന്തെങ്കിലും നിയമങ്ങളുണ്ടോ ഈ കൊച്ചിനെ ഒരു നീതി നേടിക്കൊടുക്കാനായിട്ട്? ഒന്നുമില്ല. സ്കൂളുകാർ പറയുന്ന അവർക്ക് അറിയില്ല. പിന്നെ എന്തിനാണ് അവരുടെ മാനേജ്മെന്റും അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ എന്തോ പാടത്ത് നോക്കുന്നിയായിട്ട് നിന്നാ പോരെ? അവര് പറയുന്നുണ്ട് സ്കൂൾ തലത്തിലുള്ള അന്വേഷണം. ഇനി അന്വേഷിച്ചിട്ട് എന്താണ്? ആ സ്കൂൾ കോമ്പൗണ്ടിൽ, ആ സ്കൂളിന്റെ പരിസരത്ത് തന്നെ ഈ 7 കുട്ടികൾ, 1-2 അല്ല 7 കുട്ടികൾ ചേർന്ന് ഒരു കുട്ടിയോടാണ് ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം എന്റെ മോളുടെ സ്കൂളിൽ ഈ പറയുന്ന സൈബർ ക്രൈമിന്റെ ടീമിലെ ആൾക്കാർ വന്നുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. ഇന്നലെ മിനിഞ്ഞാന്ന്. അന്ന് വൈകിട്ട് സത്യത്തിൽ അവിടുത്തെ SI ഞങ്ങളുടെ കൂട്ടത്തിലെ മാതാപിതാക്കളോട് പറഞ്ഞത്, ഇതിന്റെയൊക്കെ ഡൊമൈൻ എന്ന്
പറയുന്നത് സക്കൻബർഗിന്റെ കാര്യം. അത് അമേരിക്കയിലാണ്. അമേരിക്കയുടെ കഷത്തിൽ കൊണ്ട് ഇന്ത്യക്കാർ ഇപ്പോഴും തലവെച്ചിരിക്കുകയാണെന്ന് അവർ പറയുന്നത്. കാരണം ഇതിന്റെയൊക്കെ ഡൊമൈൻ, ഈ ചിത്രങ്ങളെല്ലാം എവിടൊക്കെ പോകുന്നോ ഇതിന്റെയൊക്കെ ഡൊമൈൻ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ ഒരുപക്ഷെ സൈബർ ക്രൈമിന്റെ ഹെൽപ്പോട് കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കുറെ അക്കൗണ്ട്സുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടുമായിരിക്കും. പക്ഷേ ഇത് എക്കാലവും അവരുടെ ഡൊമൈനിൽ കിടക്കുകയാണ്. ആരുടെ? അമേരിക്കയിലേക്കാണ് ഇത് പോകുന്നത്. അവരുടെ സെർവറിൽ കിടക്കുകയാണ്. ആ സെർവറിൽ നിന്ന് ഇത് ആർക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ലൈഫ് ലോങ് ഇത് കിടക്കും. അവന്റെ ജീവിതം, അവന്റെ ഭാവി, ഇതുപോലെ പിക്ചേഴ്സ് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഭാവി എന്താണ്? അപ്പൊ ഇത്ര പോരോ നിർബന്ധമായിട്ട് ഏതെല്ലാം സൈറ്റുകളിലേക്ക് ഇതിപ്പോ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഇതൊക്കെ ലൈവ് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണിത്. എന്തൊരു മനസാക്ഷിയില്ലാത്ത ആൾക്കാരാണ്. കുട്ടികളുടെ അറിവില്ലായ്മയെ നല്ല ഇതിന് പറയേണ്ടത്. കുട്ടികളുടെ അഹങ്കാരത്തെക്കാൾ കൂടുതൽ എന്താ ഒരു അപരിഷ്കൃത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. തമാശയായി എങ്ങനെ എങ്ങനെ ഇതിനെ ഒരു തമാശയായിട്ടാണ് ഇവന്മാരൊക്കെ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അത്രയും ലാഘവത്തോടുകൂടി ഒരു കുഞ്ഞിന്റെ നഗ്ന വീഡിയോ നിർബന്ധപൂർവ്വം ആ കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിക്കൊണ്ട് അവനെ മർദ്ദിച്ച് അവശനാക്കിക്കൊണ്ട് അത് എടുക്കുകയും അതോടൊപ്പം അത് സോഷ്യൽ മീഡിയയിൽ പകർത്തുകയും ചെയ്യാനുള്ള ആർജവും ധൈര്യവും ഇവർക്ക് എവിടുന്നാണ് വന്നത്? സ്കൂളുകളിലെ അധ്യാപകരെ പേടിയില്ല, അല്ലെങ്കിൽ സ്കൂളുകൾ അധ്യാപകരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതിനൊക്കെ എവിടെയാണ് ഇവർക്ക് സൗകര്യം കിട്ടുക? ക്ലാസ് ടൈമിലാണോ, അതോ പരീക്ഷ സമയത്താണോ, അതോ ലാബിലാണോ? ഇതെവിടെ? ഇവിടെ ഒന്നും CCTV ക്യാമറകളില്ലേ? ദെൻ എങ്ങനെയാണ് ഒരു സ്കൂൾ അധികൃതർക്ക് കൈമലർത്താൻ സാധിക്കുക? ആ കുട്ടിയുടെ ഭാവി ഇനി എന്താണ്? പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഭാവിയില്ലേ? എന്താണ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്? ഇതൊക്കെ അധികൃതർ എവിടെയാണ്? വിദ്യാഭ്യാസ വകുപ്പ് ഇതൊന്നും കാണുന്നില്ലെന്നാണോ പറയുന്നത്? ഇനിയിപ്പോ ഈ 7 കുട്ടികളുടെ മേൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ ഇവര് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാട്ടി ഇവർക്ക് കിട്ടാവുന്ന ശിക്ഷ എന്തായിരിക്കും? പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇളവ് തേടിയുള്ള, അല്ലെങ്കിൽ പല ബാലാവകാശ കമ്മീഷനിലും കൊണ്ട് പരാതി കൊടുത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ശിക്ഷ താക്കീത്. ഇപ്പൊ ഇത് അനുഭവിച്ച ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് ആരെങ്കിലും ചിന്തിക്കുന്നു? അവനൊരു ട്രോമയിലേക്ക് ഇത് വീണ്ടും പോയിട്ടുണ്ടാവുമായിരിക്കും മേ ബി. ഇതിപ്പോ ഇപ്പൊ 9ാം ക്ലാസ്സിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു HOD, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഒരു HODക്കെതിരെ ഒരു സ്റ്റുഡന്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അശ്ലീല വാക്കുകൾ തെറി വിളിക്കുക, അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുക, കർണത്തിൽ അടിക്കാൻ പോവുക, അഥവാ ഇനി പരാതിപ്പെട്ടാൽ അവനെ പീഡന കേസിൽ കൊടുക്കുമെന്ന് പരാതി കൊടുക്കുക. ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥ, അതായത് ഒരു HOD ആണ് പറഞ്ഞിരിക്കുന്നത്. കോളേജിൽ പിന്നെ ഫോറൻസിക് സയൻസ് 3ാം വർഷ വിദ്യാർത്ഥിയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. മാർക്സ് കുറയ്ക്കാന്ന് പറയുക, പലവട്ടം പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് പറയുക. അത് ആൺകുട്ടിയാണ്, അതൊരു വിദ്യാർത്ഥിനിയും അല്ല. ടീച്ചർ, ലേഡി ടീച്ചർ, നീ ഒരു മെയിലാണ്, ഞാനൊരു ഫീമെയിലാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാണ് അവർ ആക്രോശിച്ചത്. സത്യത്തിൽ അവരൊക്കെ എന്ത് പഠിച്ചിട്ടാണ് ഇതിന്റെ HOD ആയെന്ന് ആലോചിച്ച് പോവാണ്. ആ കുട്ടി കരയുന്ന അവസ്ഥയിലാണ്. മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ ഗുണം ഇതൊക്കെ തന്നെയാണ്. സാറ്റലൈറ്റ് ചാനലിൽ വാർത്ത ചെല്ലുന്നതിന് കുറെ കടമ്പകൾ ഉണ്ടാവും, പക്ഷെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നതിന് ഒരു കടമ്പകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിപ്പോ വെളിയിലേക്ക് പുറത്തു വന്നത്. അതുപോലെ തന്നെ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന ആ കൊലപാതകം തന്നെ ഇപ്പോഴും പറയേണ്ടി വരും. കാരണം ഇപ്പോഴും തെളിഞ്ഞിട്ടൊന്നുമില്ല. സിദ്ധാർത്ഥ റാഗ് ചെയ്ത് കൊന്നു കളഞ്ഞത്. അതായത് വീട്ടിലേക്ക് ഞാൻ പുറപ്പെടുകയാണെന്ന് അമ്മയോട് വിളിച്ചു പറഞ്ഞ ആ കുട്ടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമെന്ന് പറഞ്ഞ കുട്ടി ബസ്സിൽ കയറിയ കുട്ടി ഒരു 2 മണിക്കൂർ ശേഷം പറയാം, അമ്മ ഞാൻ തിരിച്ച് എന്റെ കോളേജിലേക്ക് തന്നെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് വെളുപ്പിന് അവന്റെ മരണമാണ് അവർ കേൾക്കുന്നത്. ആരോടാണ് ഇതിന് സമാധാനം പറയുക? ഇതിന്റെയൊക്കെ ആത്മാവിന് എവിടെയാണ് ശാന്തി കിട്ടുക എന്ന് പറയുന്നത്? ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങോട്ട് കൊന്നു കൊലവിളിച്ചിട്ടു. അതായത് ശ്മശാനങ്ങളായി കേരളം മൊത്തം ഇപ്പൊ ചോരക്കളിയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിനെ ഓർത്ത് സഹതപിക്കുന്നവരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് മരവിക്കുന്നവരും ഒരുപാടാണ്. എന്നിരുന്നാലും ആ ഒരു വിഭാഗം ആളുകൾക്ക് അപ്പുറത്തോട് വലിയൊരു വിഭാഗം ഈ ക്രൂരകൃത്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന പോലെ എന്നോണം അല്ലേ ഇപ്പൊ പോകുന്നത്? പൗർണമി, നമുക്ക് ഇതൊക്കെ പറഞ്ഞിങ്ങനെ അപലപിക്കാം, ചർച്ച നടത്താന്നല്ല. ഇതിനൊരു തട വേണ്ടേ? ഒരു സ്റ്റോപ്പ് വേണ്ടേ? ഇതൊക്കെ ആരോടാണ് നമ്മൾ ഈ കിടന്ന് പറയുന്നത്? ഇതിപ്പോ ജനങ്ങൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറയുന്നത്. ഇതിന്റെ അധികൃതർ എന്ത് മണ്ണാങ്കട്ടെ കാണിക്കുന്നത്? പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവരുടെ ഭാഷയിൽ പറയുന്നു. എല്ലാവർക്കും ചാനലുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും പറയാനും കേൾക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ന്യൂസ് ചാനൽ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നമ്മളത് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഒന്ന് അധികൃതരുടെ കാതിൽ കേൾക്കുകയോ വരുന്ന തലമുറയാണ് നമ്മുടെ ധനം എന്ന് പറയുന്നത്. അവരെയൊക്കെ ഇങ്ങനെ ഈ പറയുന്ന ശരിയാണ്, 9ാം ക്ലാസ്സുകാരനെ ഇത്തരത്തിൽ പീഡിപ്പിക്കാനും മനസ്സ് അവർക്ക് എവിടുന്നുണ്ടായി? ഇത് എവിടുന്നാണ് കിട്ടിയ മനസ്സ്? ഇവിടെയൊക്കെ എല്ലാവരുടെയും അച്ഛനമ്മമാർ ഇത്രയും വൃത്തികെട്ടവന്മാരാണോ? എനിക്കറിയില്ല. മിക്ക കുട്ടികളുടെയും ബാക്ക് ഹിസ്റ്ററി തിരക്കി ചെന്നാൽ അച്ഛനമ്മയൊക്കെ നല്ല ഉദ്യോഗസ്ഥരായിരിക്കും. IT എഞ്ചിനീയർമാരെ. കഴിഞ്ഞ ദിവസം വീണ് മരിച്ചെന്ന് പറയപ്പെടുന്ന കുട്ടിയുടെ ഫ്ളാറ്റിൽ കൊച്ചിയിൽ മരിച്ച IT ഉദ്യോഗസ്ഥരാണ് അച്ഛനും അമ്മയെന്ന് പറയുന്നത്. അങ്ങനെ അവരുടെ ബാക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിനും തന്നേം തള്ളയും പറയാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ പറയുന്ന കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്ന ഒരു എല്ലായിടത്തും ഇപ്പൊ കൗൺസിലിംഗ്, സ്റ്റുഡന്റ് കൗൺസിലിംഗ് ആണല്ലോ വെച്ച്. എന്നാൽ ശരിയ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ ഗുരുകുലം അല്ലെ ആ ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസം സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളത് കേട്ടിട്ടില്ല. പക്ഷെ സ്ട്രിക്ട്നെസ് അതുണ്ടായിരുന്നു ഇല്ലേ? ഒരു അടുക്കും ചിട്ടയും ഒരു ഡിസിപ്ലിൻ. നമ്മൾ എന്തിനാണ് സ്കൂളുകളിൽ പോകുന്നത്? ഈ പറയുന്ന പോലെ ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും എന്ന് പറയുന്ന നെല്ലിക്ക പോലെയാണ് വിദ്യാഭ്യാസ കാലഘട്ടം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല.
ഇന്ന് ആദ്യമേ അങ്ങ് മധുരിച്ചു പിന്നെ അങ്ങ് കിറുങ്ങുക. അതെ, അതെ. വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറയുന്ന പോലെ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിക്കണം, ശിക്ഷ അറിവ് നേടണം, ശിക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പേടി, ഭയം. അതായത് അസംബ്ലിയിൽ വന്നില്ലെങ്കിൽ അടി കിട്ടും, കൃത്യമായി ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്തിൽ അടി കിട്ടും, മാർക്ക് കുറഞ്ഞാൽ അടി കിട്ടും, ഇത്ര പഠിച്ച ആവറേജ് മാർക്ക് വേണം എന്നൊക്കെ പറഞ്ഞുള്ള പഠിക്കാനൊരു പേടിയുണ്ട്. പഠിക്കാനും അതുപോലെ ബഹുമാനിക്കാനും പെരുമാറാനും ഭക്ഷണം കഴിക്കാനും വിനയം കാണിക്കാനും സത്യസന്ധത കാണിക്കാനും ഒക്കെ ഒരു ഭയവും പേടിയും ഉണ്ടായിരുന്നു. ഇന്ന് അതിനെ ടോർച്ചറിംഗ് എന്ന് പറയും, മെന്റൽ പ്രഷർ എന്ന് പറയും. ഒരുപാട് വാക്കുകൾ ഇങ്ങനെ പുതിയ വാക്കുകൾ നിഘണ്ടുവിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി കുഞ്ഞുങ്ങളെ വെറുതെ വഴിതെറ്റിക്കാതെ കൃത്യമായി നല്ല അടിയും തടയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ, എന്ന് വെച്ച് കട്ടാളന്മാരാകണമെന്നല്ല പറയുന്നത്, പക്ഷേ കൃത്യമായ മോണ്ടേസറിയിലൂടെ കൃത്യമായ ഡിസിപ്ലിനറി ആക്ഷൻസിലൂടെ സ്കൂളുകളാവണം കുഞ്ഞുങ്ങളെ നേർവഴിക്ക് തന്നെ കൊണ്ടുവരേണ്ടത്. അതിന് എത്ര അതിന് വില കൊടുക്കേണ്ടി വന്നാലും നമുക്കത് നഷ്ടമാവില്ല.